ശരീരപുഷ്ടി ഉണ്ടാകാൻ വേണ്ടി സപ്ലിമെന്റ് കഴിക്കുന്ന സമയത്ത് പല ചെറുപ്പക്കാരും പറയുന്നതാണ്, എനിക്ക് അതുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല, എൻ്റെ കൂടെ ഉപയോഗിച്ച് എൻ്റെ സുഹൃത്തിന്, എൻ്റെ കൂട്ടുകാരന് റിസൾട്ട് കിട്ടി, എനിക്ക് കിട്ടുന്നില്ല എന്ന് പലരും പരാതിയായി പോലും പറയാറുണ്ട്. ഇപ്പോൾ ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പല ചെറുപ്പക്കാരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതിന്റെ കാരണം ഇതാണ്. അതായത് ഓരോരുത്തരുടെയും ശരീരഘടന, ശരീരപ്രകൃതി, അവരുടെ ഡയറ്റ്, അവരുടെ ശീലങ്ങൾ, അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങൾ, ഇവയൊക്കെയുള്ള നിരവധി ഘടകങ്ങൾ ഓരോരുത്തർക്കും വെയിറ്റ് കൂട്ടുന്നതിന് ഉള്ള പ്രധാന ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഒരാളുടെ ശരീരത്തിൽ പോഷകങ്ങൾ സ്വീകരിക്കുന്ന രീതിയിലായിരിക്കില്ല, അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് ആയിരിക്കില്ല മറ്റൊരാൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരാൾക്ക് ഐഡിയലായിട്ട് വെയിറ്റ് കൂട്ടാൻ കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് 3 പേർ ഒരുപോലെ ട്രൈ ചെയ്യുവാണെങ്കിൽ 3 പേർക്കും ഒരുപോലെ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല. ഇങ്ങനെയുള്ള സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് പോരാഴികയോ ബുദ്ധിമുട്ടുകളോ തോന്നുന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെർട്ടിനെ സമീപിച്ച് ആ എക്സ്പെർട്ടിന്റെ നിർദ്ദേശാനുസരണം കാര്യങ്ങൾ ചെയ്തു പോകുന്നില്ല. ചില ഡയറ്റുകൾ മാറ്റുന്നതിലൂടെയോ അല്ല ചില നമ്മുടെ റൂട്ടീൻ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കുന്നതിലൂടെയോ ഒക്കെ ഇതിന് നല്ല വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷത്തെ ഞങ്ങളുടെ ഈ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കാതെ പോകുന്ന പലർക്കും അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, പൈസ നഷ്ടപ്പെടുകയും ആരോഗ്യകരമായിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു എക്സ്പെർട്ടിന്റെ സഹായം എടുത്തിട്ട് അതിലേക്ക് പോകുന്നത് ഭാവിയിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് നിങ്ങളെ തടയുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.